പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6-ൻ്റെ ചാപ്റ്റർ 2-ലെ ഡ്രോയിങ് ആംഗിൾസ് എന്നുള്ള പോർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഈ പോർഷനിൽ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. വിദ്യ വാണ്ട്സ് ടു ഡ്രോ എ 30-degree ആംഗിൾ ആൻഡ് നെയിം ഇറ്റ് ആംഗിൾ TIN യൂസിങ് എ പ്രൊട്രാക്ടർ. അപ്പോൾ വിദ്യ ഒരു ആംഗിൾ വരയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആംഗിളിൻ്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. ആംഗിൾ TIN എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. 30-degree ആംഗിളാണ് വരയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇൻ ആംഗിൾ TIN I will be the vertex. അപ്പോൾ നോക്കിയാൽ ആംഗിൾ TIN-ൽ I ആണ് വെർട്ടെക്സ്. അപ്പോൾ നിങ്ങൾ ഒരു ആംഗിളിൻ്റെ പേരെടുക്കുമ്പോൾ അതിൽ നടുക്ക് വരുന്ന ലെറ്റർ ഏതാണോ അതായിരിക്കും ആംഗിളിൻ്റെ വെർട്ടെക്സ്. IT and IN will be the arms of the angle. Keeping one arm, say IN as the reference. അപ്പോൾ നമ്മൾ IN ബേസ് ആയിട്ട് എടുക്കുന്നു. The other arm IT should take a turn of 30-degree. അപ്പോൾ നമ്മൾ ഞാനിങ്ങോട്ട് വരച്ച് കാണിക്കാം. ഇതാണ് IN നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നു. IT ആണ് 30-degree ടേൺ എടുക്കുന്നത്. IT എന്ന് പറയുന്നത് ഈ ആമാണ്. ഇതായിരിക്കും 30-degree ടേൺ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കിയേ. വി ബിഗിൻ വിത്ത് ദ ബേസ് ആൻഡ് ഡ്രോ IN. അപ്പോൾ ആദ്യം നിങ്ങൾ സ്കെയിലും പെൻസിലും എടുത്തിട്ട് ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിന് IN എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, പിന്നെന്താ ചെയ്യുന്നത്? വി വിൽ പ്ലേസ് ദ സെൻറ്റർ ഓഫ് ദി പ്രൊട്രാക്ടർ ഓൺ I ആൻഡ് അലൈൻ IN ടു ദി 0 ലൈൻ. അപ്പോൾ നോക്കിയാൽ നമ്മൾ പ്രൊട്രാക്ടർ എടുത്തിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുന്നത് കണ്ടതാണ് അല്ലേ. പ്രൊട്രാക്ടറിൻ്റെ സെൻറ്റർ എവിടെ വയ്ക്കും? ഐയിൽ വയ്ക്കും. അതേപോലെ പ്രൊട്രാക്ടറിലെ 0 ലൈൻ IN-ഉമായിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം വയ്ക്കുന്നത്. അതായത് നമ്മുടെ ലൈനിൻ്റെ തൊട്ട് മുകളിലായിരിക്കണം പ്രൊട്രാക്ടറിലെ 0 ലൈൻ. ഒരു ശകലം പോലും വ്യത്യാസം വരാൻ പാടില്ല. വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വന്നു കഴിഞ്ഞാൽ മെഷർമെൻറ്റിന് വ്യത്യാസം വരും കേട്ടോ. ഇനി അടുത്ത പോയിൻ്റ് എന്താ? നൗ സ്റ്റാർട്ടിങ് ഫ്രം 0 കൗണ്ട് യുവർ ഡിഗ്രി 0, 10, 20, 30 അപ് ടു 30 ഓൺ ദ പ്രൊട്രാക്ടർ. മാർക്ക് എ പോയിൻറ്റ് T അറ്റ് ദ ലേബൽ 30-degree. അപ്പോൾ നമ്മൾ 0 തൊട്ടുള്ളതാണ്. 30 എന്ന് പറയുന്നത് എവിടെ വരും? ഇവിടെ വരും. നമ്മൾ മാർക്ക് ചെയ്യുന്നു. T എന്ന് പറയുന്ന പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം? പ്രൊട്രാക്ടർ എടുത്ത് മാറ്റിയിട്ട് ഒരു സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഐയും ടിയും കൂടെ ജോയിൻ ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ആംഗിളാണ് ആംഗിൾ TIN. അത് എത്രയായിരിക്കും? 30-degree ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ആംഗിൾ വരയ്ക്കുന്നത് കേട്ടോ. ഇനി അങ്ങനെ വരയ്ക്കാനുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അത് വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇനി ഈ ചാപ്റ്ററിൽ വേറൊരു പോർഷനും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ടൈപ്സ് ഓഫ് ആംഗിൾസ് ആൻഡ് ദ മെഷേഴ്സ്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആംഗിൾ പഠിച്ചു, റൈറ്റ് ആംഗിൾ പഠിച്ചു. ഇതിനു മുമ്പ് പിന്നെ എന്തൊക്കെ ആംഗിൾസ് പഠിച്ചു? അക്യൂട്ട് ആംഗിൾ പഠിച്ചു, ഒബ്റ്റ്യൂസ് ആംഗിൾ പഠിച്ചു. അതുതന്നെയാണ് ഇവിടെ ഒന്നുകൂടെ പറയുന്നത് കേട്ടോ. വി ഹാവ് റീഡ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആംഗിൾസ് ഇൻ ദിസ് ചാപ്റ്റർ. വി ഹാവ് സീൻ ദാറ്റ് എ സ്ട്രെയിറ്റ് ആംഗിൾ 180-degree and a right angle 90-degree. How can other type of angles, acute and obtuse, be described in terms of their degree measures? അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് അക്യൂട്ട് ആംഗിൾ ആണ്. അക്യൂട്ട് ആംഗിൾ എന്താണ് എന്ന് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്താണ്? 90-degree കുറവായിട്ട് സ്മോളറായിട്ട് വരുന്ന ആംഗിളാണ് acute angle. Angles that are smaller than the right angle, that is less than 90-degree and greater than 0-degree are called acute angles. Acute angle എന്ന് പറയുന്നത് റൈറ്റ് ആംഗിളിനെക്കാട്ടിൽ സ്മോളർ ആയിരിക്കും. അതായത് റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 90-degree. അപ്പം ഈ 90-degree സ്മോളർ ആയിരിക്കും, 0-യെക്കാട്ടിൽ ഗ്രേറ്ററുമായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങോട്ടൊന്ന് കാണിച്ചു തരാം. റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത് L ഷേപ്പിൽ വരുന്നതാണ് അല്ലേ. ഇത് ഇവിടെ 90 വരും, ഇവിടെ 0 വരും അല്ലേ. അപ്പോൾ അക്യൂട്ട് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഇതിനെക്കാട്ടിൽ സ്മോളർ ആയിരിക്കും. ഒന്നെങ്കിൽ ഇതാ ഇങ്ങനെ വരാം, ഇതൊരു അക്യൂട്ട് ആംഗിളാണ്. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ വരാം, ഇതൊരു അക്യൂട്ട് ആംഗിളാണ്. അപ്പോൾ ഇതെല്ലാം 90 ഡിഗ്രിയെക്കാട്ടിൽ ചെറുതുമാണ്, എന്നാൽ 0 ഡിഗ്രിയെക്കാട്ടിൽ
ഗ്രേറ്ററുമാണ്. ഇങ്ങനെ വരുന്ന ആംഗിൾസിനെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഇതാ ഇവിടെ നമുക്കൊരു മെഷർമെൻറ്റ് തന്നിട്ടുണ്ട് 40 ഡിഗ്രി. ഇത് റൈറ്റ് ആംഗിൾ ആകണമെങ്കിൽ ഇതാ ഇങ്ങനെ വരണമായിരുന്നു അല്ലേ. അപ്പോൾ റൈറ്റ് ആംഗിളിനെക്കാട്ടിൽ ചെറുതാണ്, അതുകൊണ്ട് ഇത് അക്യൂട്ട് ആംഗിളാണ്. 50 ഡിഗ്രി 90യെക്കാട്ടിൽ ലെസ്സാണ്, അതുകൊണ്ട് ഇത് അക്യൂട്ടാണ്. 75 ഡിഗ്രി ഇതും 90 ഡിഗ്രിയെക്കാട്ടിൽ ലെസ്സാണ്, അതുകൊണ്ട് ഇത് അക്യൂട്ട് ആംഗിളാണ്. ഇനി അടുത്തത് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്തായിരുന്നു? 90 ഡിഗ്രിയെക്കാട്ടിൽ ഗ്രേറ്ററും സ്ട്രെയിറ്റ് ആംഗിളിനെക്കാട്ടിൽ ലെസ്സുമായിട്ടുള്ള ആംഗിൾസിനെയാണ് നമ്മൾ ഒബ്റ്റ്യൂസ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഇതും നമ്മൾ നേരത്തെ നോക്കിയതാണ് അല്ലേ. ആംഗിൾസ് ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ ദ റൈറ്റ് ആംഗിൾ ആൻഡ് ലെസ് ദാൻ ദ സ്ട്രെയിറ്റ് ആംഗിൾ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആൻഡ് ലെസ് ദാൻ 180 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രിക്കാട്ടിൽ ഗ്രേറ്ററുമായിരിക്കും, 180 ഡിഗ്രിയെക്കാട്ടിൽ കുറവുമായിരിക്കും. അപ്പോൾ ഏതിനൊക്കെ ബിറ്റ്വീൻ വരും? 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയ്ക്ക് വരുന്ന ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? ഒബ്റ്റ്യൂസ് ആംഗിൾസ് ആയിരിക്കും. 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയ്ക്ക് വരുന്ന ആംഗിൾസ് എല്ലാം അക്യൂട്ട് ആംഗിൾസ് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾ ഒബ്റ്റ്യൂസ് ആണോ എന്നറിയാൻ 90ക്കും 180ക്കും ഇടയ്ക്കാണോ എന്ന് നോക്കിയാൽ മാത്രം മതി കേട്ടോ. ഇനി അടുത്ത ആംഗിളാണ് റിഫ്ലെക്സ് ആംഗിൾ. റിഫ്ലെക്സ് ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 180 ഡിഗ്രിക്കും 360 ഡിഗ്രിക്കും ഇടയ്ക്ക് വരുന്ന ആംഗിൾസ് എല്ലാം എന്ത് ആംഗിൾസ് ആയിരിക്കും? റിഫ്ലെക്സ് ആംഗിൾസ് ആയിരിക്കും. ആംഗിൾസ് ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ എ സ്ട്രെയിറ്റ് ആംഗിൾ ആൻഡ് ലെസ് ദാൻ ദി ഹോൾ ആംഗിൾ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആൻഡ് ലെസ് ദാൻ 360 ഡിഗ്രി ആർ കോൾഡ് റിഫ്ലെക്സ് ആംഗിൾ. മനസ്സിലായല്ലോ? 180യെക്കാട്ടിൽ ഗ്രേറ്ററും ആയിരിക്കും, 360യെക്കാട്ടിൽ ലെസ്സുമായിരിക്കും. അപ്പോൾ റിഫ്ലെക്സ് ആംഗിൾ എപ്പോഴും എവിടെയായിരിക്കും വരുന്നതെന്ന് അറിയാമോ? ഈ ആംഗിളിൻ്റെ വെളിയിലായിരിക്കും റിഫ്ലെക്സ് ആംഗിൾ വരുന്നത്. അപ്പോൾ ഒരു ആംഗിൾ തന്നിട്ട് ഇതാ വെളിയിലാണ് ഇങ്ങനെ കർവ് തന്നിരിക്കുന്നെങ്കിൽ അതെങ്ങനെയുള്ള ആംഗിളായിരിക്കും? റിഫ്ലെക്സ് ആംഗിൾ ആയിരിക്കും. അടുത്തത് ലെറ്റ്സ് എക്സ്പ്ലോർ എന്ന് പറഞ്ഞൊരു പോർഷനും കൂടെ ഉണ്ട്. ഇൻ ദിസ് ഫിഗർ ആംഗിൾ TER ഈസ് ഇക്വൽ ടു 80 ഡിഗ്രി. നമുക്കിവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ആംഗിൾ TER എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ BET? അതായത് BET എന്ന് പറയുന്നത് ഇതാ ഈ ആംഗിളാണ്, ആംഗിൾ BET എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആംഗിൾ. അപ്പോൾ BET എത്രയാണെന്ന് കണ്ടുപിടിക്കണം. പിന്നെന്താ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് SET? SET എന്ന് പറയുന്നത് ഈ ആംഗിളാണ്, ഇത്ര ആംഗിൾ. ഇതും എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കിവിടെ ഹിൻറ്റ് തന്നിട്ടുണ്ട്. ഒബ്സർവ് ദാറ്റ് ആംഗിൾ REB ഈസ് എ സ്ട്രെയിറ്റ് ആംഗിൾ. REB ഒരു സ്ട്രെയിറ്റ് ആംഗിൾ ആണ്. ഹെൻസ് ദ ഡിഗ്രി മെഷർ ഓഫ് REB ഈസ് 180 ഡിഗ്രി, ഓഫ് വിച്ച് 80 ഡിഗ്രി ഈസ് കവേർഡ് ബൈ ആംഗിൾ TER. അപ്പോൾ ഈ 180 ഡിഗ്രി ആംഗിളാണ് ആംഗിൾ REB. ഇതിൽ TER എന്ന് പറയുന്ന ആംഗിൾ 80 ഡിഗ്രി കവർ ചെയ്തിട്ടുണ്ട്. എ സിമിലർ ആർഗ്യുമെൻറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഫൈൻഡ് ദ മെഷർ ഓഫ് SET. ഈ സെയിം ആർഗ്യുമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ആംഗിൾ SET കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ആംഗിൾ BET കണ്ടുപിടിക്കണം. അപ്പോൾ ആംഗിൾ BET കണ്ടുപിടിക്കണേ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആംഗിൾ BER എത്ര, അല്ലെങ്കിൽ REB എത്രയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്? 180 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആംഗിൾ BET ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആംഗിൾ REBയിൽ BET എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഇത്രയും പോർഷനാണ് എന്ന് പറഞ്ഞു. ബാക്കി ഇത്രയും പോർഷൻ്റെ മെഷർമെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 80 ഡിഗ്രി. അപ്പോൾ ഈ ടോട്ടലിൽ നിന്ന് ഇത്രയും അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? BET കിട്ടും. ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് ഒന്നുകൂടെ വരച്ച് കാണിക്കാം. ഇത് മാത്രം ഞാൻ വരച്ച് കാണിക്കാം കേട്ടോ. ഇതാണ് BER, ഇത് T. അപ്പോൾ REB 180 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഫുള്ള് 180 ആണ്. ഇതിൽ TER ഇത്രയും പോർഷൻ 80 ഡിഗ്രി ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ BET എന്ന് പറയുന്ന ഇത്രയും പോർഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 180യിൽ നിന്ന് ഈ 80 സബ്ട്രാക്റ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എന്തെഴുതാം? ആംഗിൾ
ആർ ഇ ബിയിൽ നിന്ന് എന്ത് സബ്ട്രാക്റ്റ് ചെയ്യണം? ആംഗിൾ ടി ഇ ആർ സബ്ട്രാക്റ്റ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി ഇസ് ഈക്വൽ ടു 100 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടി 100 ഡിഗ്രി എന്ന് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? SCT കണ്ടുപിടിക്കണം അല്ലേ? SCT നമുക്കതുപോലെ കണ്ടുപിടിക്കാൻ ഈസി ആണല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ SET ഇസ് ഈക്വൽ ടു SCR എത്രയാണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുണ്ട് 90 ഡിഗ്രിയാണ്. ഇത്രയും 90 ഡിഗ്രിയാണ്. ഞാൻ ഇങ്ങോട്ട് വേറെ ഒന്ന് മാറ്റി വരച്ച് കാണിക്കാം. SER നമ്മുടെ ഈ ഫിഗറിനകത്ത് SCR, പിന്നെ T നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇത്രയും എന്താണ്? 90 ഡിഗ്രി ആണ് എന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 80 ഡിഗ്രി ആണ് എന്നും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ SCT കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? ഈ ഫുള്ളിൽ നിന്ന് ഇത്രയും പോർഷൻ അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. അപ്പോൾ എന്തെഴുതാം? ആംഗിൾ SCRൽ നിന്ന് ആംഗിൾ TER സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? SCT കിട്ടും. അപ്പോൾ എന്ത് വരും? SCR ഈസ് 90 ഡിഗ്രി. അതിൽ നിന്ന് 80 ഡിഗ്രി സബ്ട്രാക്റ്റ് ചെയ്താൽ നമുക്ക് 10 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ചില ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു ആംഗിളിൽ നിന്ന് അടുത്ത ആംഗിൾ സബ്ട്രാക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും പോർഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഇനി ഫിഗർ ഇറ്റ് ഔട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.